കോക്രോച്ച് ജനതാ പാർട്ടി ജൂൺ 6-ന് ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വൻ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പാറ്റകളുടെ ആദ്യ പരസ്യ പ്രതിഷേധമാണിത്. സംഘടനയുടെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ പ്രതിഷേധങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാൻ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമെന്ന് ഔദ്യോഗിക വക്താക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ബോസ്റ്റൺ സർവകലാശാലയിൽ ഉപരിപഠനം നടത്തുന്ന അഭിജിത്ത് ദീപ്കെ 2026 മെയ്യിലാണ് CJP രൂപീകരിച്ചത്. നിലവിൽ ഇന്ത്യയിലെ നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷയിലെ ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ച, CBSE മാർക്കിംഗ് രീതിയിലെ തകരാറുകൾ എന്നിവയിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് സംഘടന സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. US-ൽ കഴിയുന്ന സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പരീക്ഷാ തട്ടിപ്പിൽപ്പെട്ട് പ്രതിസന്ധിയിലായ 1 കോടിയിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജൂൺ 6-ന് ഇന്ത്യയിൽ തിരിച്ചെത്തുമെന്നും പ്രതിഷേധത്തിന് നേരിട്ട് നേതൃത്വം നൽകുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. എയർപോർട്ടിൽ വെച്ച് താൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ അതിന് താൻ തയ്യാറാണെന്നുമാണ് അഭിജിത്ത് വ്യക്തമാക്കിയത്. ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ച സംഘടനയുടെ ചീഫ് വക്താവ് സൗരവ് ദാസ് അടക്കമുള്ള പ്രതിനിധികൾ ആദ്യമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. യാതൊരുവിധ രാഷ്ട്രീയ പാർട്ടി ചിഹ്നങ്ങളോ കൊടികളോ ഇല്ലാതെ വിദ്യാർത്ഥികളും യുവാക്കളും പൊതുജനങ്ങളും ഈ സമാധാനപരമായ പ്രതിഷേധത്തിൽ അണിനിരക്കണമെന്നാണ് CJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സ്വതന്ത്ര അന്വേഷണാത്മക പത്രപ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ സൗരവ് ദാസാണ് CJPയുടെ പ്രധാന മുഖം. രാഷ്ട്രീയ ഗവേഷകയും ചലച്ചിത്ര നിർമ്മാതാവുമായ വിജേത ദാഹിയ, മുൻ മാനേജ്മെന്റ് കൺസൾട്ടന്റായ അശുതോഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. രൂപീകരണത്തിന് പിന്നാലെ വലിയ ജനപിന്തുണയും സോഷ്യൽ മീഡിയ സ്വീകാര്യതയും നേടിയിരുന്നുവെങ്കിലും ആദ്യ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിന് ശേഷം കടുത്ത വിമർശനങ്ങളും ട്രോളുകളുമാണ് കോക്രോച്ച് ജനതാ പാർട്ടി നേരിടുന്നത്.